എന്തെങ്കിലും കാരണവശാൽ ബിഗ് ബോസിനും അതൊരു ഇൻസൾട്ടായോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായോ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമാർപ്പണം നടത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുകയാണ് ബിഗ് ബോസ്. ഹായ് ഹലോ. അപ്പൊ ഇന്നുണ്ടല്ലോ ലൈവ് നല്ല ഫണ്ണായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് കുറേ ചിരിച്ചു. ഇങ്ങനെയൊക്കെ വേണം തോന്നുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ, എന്നാലല്ലേ നമുക്കൊരു രസമുള്ളൂ. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ പവർ ടീമിൽ ഇവരുണ്ടല്ലോ, പവർ ടീമിലെ ആൾക്കാർ ഇവര് സിബിനൊക്കെ, പ്രത്യേകിച്ച് സിബിനും ശരണ്യൊക്കെ ഒന്നും കൂടി ട്രയൽ നോക്കിയതാ. പവർ റൂം അടയ്ക്കൂ, ക്ലോസ് പവർ റൂം, ക്ലോസ് ഫ്രണ്ട് ഡോർ എന്നൊക്കെ പറഞ്ഞു കുറെ നേരം ഇങ്ങനെ പറഞ്ഞു നോക്കി. അപ്പോഴൊന്നും ഒന്നും നടക്കണില്ല കേട്ടോ. അപ്പൊ ഇവര് പരീക്ഷിക്കുകയാണ്, ഇവരുടെ ഒരു പരീക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ശരണ്യയും സിബിനും ജാൻമോണിയും പവർ റൂമിൽ കയറിയപ്പോ പെട്ടെന്ന് അത് ക്ലോസ് ആയി, പിന്നെ ഓപ്പൺ ആവണില്ല. ഇവരാകെ കുടുങ്ങി. അതേപോലെ നോറ പുറത്തായിരുന്നു, നോറ പുറത്തിൻ്റെതൊന്നും അറിയാതെ തോന്നുന്നു, ഫ്രണ്ട് ഡോറും ക്ലോസ് ആയി. ഇത് പിന്നെ ബിഗ് ബോസ് ഇവര് എത്ര പറഞ്ഞാലും ഓപ്പൺ ആക്കില്ല. ഇവർക്കാണെങ്കിൽ ഇവരുടെ മാനം പോവോന്ന് തോന്നുക. ഈശ്വര, ബിഗ് ബോസ് ഒരു പണി തന്നതാന്ന് അവർക്ക് ശരിക്കും മനസ്സിലായി. പക്ഷെ ആ സീനൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ചിരിച്ചു മതിയായി കുറെ നേരം. നമ്മളെ സിബിനൊക്കെ അപേക്ഷിച്ചു, ബിഗ് ബോസെ ഒന്ന് തുറക്കും, മാനം കെടുത്തരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറെ പറഞ്ഞു കേട്ടോ. തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കൂ, ഇനി ഞങ്ങൾ അത് ആവർത്തിക്കില്ല. ബിഗ് ബോസിന് ഇത് മിസ്യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലേ, ഇനി ഞങ്ങൾ മിസ്യൂസ് ചെയ്യില്ല എന്നൊക്കെ പറയണ്ട. ഋഷി ഒരു ഭാഗത്ത് കുറെ പറയും. ഓരോരുത്തരും മാറി മാറി പറഞ്ഞിട്ട് ബിഗ് ബോസ് ഓപ്പൺ ചെയ്യുന്നില്ല. ഇവരിവിടെ തന്നെ നിൽക്കുക. ഇവർക്കാണെങ്കിൽ ഗബ്രി, ജാസ്മിൻ ടീമൊക്കെ കണ്ടാലോ എന്നുള്ളൊരു ടെൻഷൻ. പക്ഷെ അവരാണെങ്കിൽ ഗബ്രി മാത്രം ജസ്റ്റ് കണ്ടു തോന്നുന്നു. പക്ഷെ അവര് വല്ലാണ്ട് ശ്രദ്ധിച്ച് വന്ന് കളിയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഭാഗ്യം കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവർ ആ റൂമിലാണ്. ഇന്നൊരു ഒരു ടീമുണ്ട്, ആ ടീമിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. അവരൊരു ഗ്രൂപ്പ്, ആരൊക്കെയാന്ന് വെച്ചാൽ അർജുൻ, ജാസ്മിൻ, ഗബ്രി, റസ്മിൻ, ശ്രീതു, ഇവരൊന്നും റൂമിൽ നിന്ന് ഇറങ്ങാണ്ട് അവരൊരു ഗ്രൂപ്പായിട്ട്, അപ്സര ഉണ്ടായില്ല, ആ ഗ്രൂപ്പിൽ നിന്ന് ഭയങ്കര, ഇവരാണല്ലോ ഒറ്റപ്പെട്ട് കളിക്കുക പറയുന്ന ആൾക്കാർ. ഇവർ ഒറ്റപ്പെടലാണ്. ഇത്രയും 6-7 പേര് ചേർന്നിട്ടാണ് ഒറ്റപ്പെടുന്നത് കേട്ടോ. ഇവരെല്ലാവരും ആ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അവസാനം നമ്മുടെ ക്യാപ്റ്റൻ ജിൻഡോ പുറത്തിറങ്ങി. ജിൻഡോ ഭയങ്കര സീരിയസ് ആയിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞു, ജിൻഡോന്റെ പവർ ഉപയോഗിച്ച്, ഞാൻ ക്യാപ്റ്റനാണ് പറയണത്, പവർ റൂം ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പവർ റൂം ഓപ്പൺ ആക്കിയത്. അതുവരെ അവർ ശരിക്കും കുടുങ്ങിയിരുന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു കാണാൻ കേട്ടോ. അതിൽ ഓരോ സീൻ കാണാനും ഭയങ്കര രസമായിരുന്നു.